സാഹസം എന്ന ചിത്രം ഓഗസ്റ്റ് 8-ന് റിലീസിനെത്തുകയാണ്. ഓണം മൂടും വൈബും പാട്ടും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. എന്തായാലും ആ വൈബ് സൃഷ്ടിച്ച രണ്ടുപേർ റംസാൻ മുഹമ്മദ്, ഗൗരി കിഷനാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. അവരുടെ ഓണവും അവരുടെ സിനിമകളിലെ വിശേഷവും ഒക്കെ സംസാരിക്കാൻ അവർ ചേരുകയാണ്. ഹായ് ഗൗരി, ഹായ് റംസാൻ, വെൽക്കം ടു ന്യൂസ് 18. ഓക്കെ, ഓണം മൂഡ് പാട്ട് വളരെയധികം വൈറലാവുന്നു. ബട്ട് നിങ്ങൾ ഓണത്തിനും 1 month പ്രയർ ആയിട്ട് റിലീസ് ചെയ്യുന്നു സിനിമ. അതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇറ്റ്സ് ടോട്ടലി കൺഫ്യൂസിങ്. അതുകൊണ്ട് അല്ല, ബേസിക്കലി നമ്മൾ ഓണം സോങ് നേരത്തെ ഇറങ്ങാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓണം സോങ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ഓണത്തിലേക്ക് കയറി ആ പാട്ട് സക്സസ് സെലിബ്രേഷനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ആ തവണത്തെ ആ ചൂടങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം നമ്മൾ കുറച്ച് പ്രീവിയസ് ആയിട്ട് ഇറക്കി ഓണാകുമ്പോഴേക്കും ഈ പാട്ട് എൻജോയ് ചെയ്ത് എല്ലാവർക്കും അത് പെർഫോം ചെയ്യാൻ പാകത്തിനും എല്ലാവരിലേക്കും എത്താൻ പാകത്തിനും നമ്മൾ നേരത്തെ ഇറക്കിയതാണ്. സിനിമയും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ഒരു ഓണം മൂഡ് സിനിമയല്ല. പക്ഷെ എന്നാൽ ഈ സിനിമയിൽ ഓണത്തിന് പ്രാധാന്യമുണ്ട്. സിനിമയിൽ മാവേലിയുണ്ട്. സിനിമയിൽ ഓണത്തിന്റെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതിനാണ് ആ ഒരു ബേസിലാണ് നമ്മൾ പാട്ട് തന്നെ ഇറക്കിയത്. ഓക്കെ, ഇതിന്റെ ഡയറക്ടർ ബിബിനോട് ബിബിന് 21 grams തൊട്ട് പരിചയമുണ്ട്. അപ്പം ഞാൻ ഈ കഥയുടെ ഡിസ്കഷന്റെ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ കുറച്ച് സമയമെടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ എഫേർട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, ഇവരെ അസംബിൾ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്കുണ്ടായിരുന്ന ട്രസ്റ്റ് എന്താണ് ബിബിനിലേക്ക്? സ്റ്റാർട്ടിങ് വിത്ത് യു, എന്തായിരുന്നു? ഇപ്പൊ നമ്മള് വേറെ കുറെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പം അപ്രോച്ചസ് എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എനിക്ക് ബിബിനില് നോട്ടീസ് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല്, പുള്ളി ഭയങ്കര എന്താ പറയാ പോസിറ്റീവാ. നമുക്ക് ചില ഡയറക്ടേഴ്സിനെ കാണുമ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ അത്രയും കാസ്റ്റ് കോമ്പിനേഷൻ, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ്, ലൊക്കേഷൻ, എല്ലാ പടത്തിനും ഉള്ള പോലെ കുറെ സാഹസങ്ങൾ ഞങ്ങൾ സാഹസത്തിനും ചെയ്തിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു ഡിസിഷൻ മേക്കറാണ് ബിബിൻ. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി യുണീക്ക്. എനിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് കോൺവെർസേഷൻ്റെ സമയത്തും എന്നെ അപ്രോച്ച് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഞാനിങ്ങനെ എന്തുകൊണ്ട് ഞാനൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. പക്ഷെ ബിബിൻ്റെ അടുത്ത് എനിക്കത് ഹീ ജസ്റ്റ് വാണ്ട്സ് ടു ഡു എ ഗുഡ് ഫിലിം. പുള്ളി എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങൾ വന്നുകൊണ്ടുള്ള ഒരു മിക്സപ്പ് ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. സോ സംവെയർ ഐ ഫീൽ ലൈക്ക്, ആൻഡ് ഹീസ് എ ടെക്കി, എപ്പോഴും വർക്ക് ഫുൾ ടൈം ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ്. പ്ലസ് സിനിമ എന്ന് പറയുന്നത് തന്നെ അത്രയും ഡിമാൻഡിങ് അറിയാലോ. അപ്പൊ അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരാൾ അത് ചെയ്യുള്ളൂ. ആൻഡ് 21 grams എന്ന് പറഞ്ഞൊരു സിനിമയിൽ പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്തു കേപ്പബിലിറ്റീസ്. സോ ദിസ് ഫിലിം ഒരു സെലിബ്രേഷൻ റൈറ്റ് ആയിരിക്കും. ഇതിൽ നമുക്കുള്ള സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു ബിലീഫ് വന്നു ബിബിനെ കണ്ടപ്പോഴും ആദ്യം സംസാരിച്ചപ്പോഴും. തീർച്ചയായിട്ടും ബിബിൻ ചേട്ടന് ചിലപ്പോൾ ഓഡിയൻസിന് ഒരു പുതിയ ഡയറക്ടർ ആയിരിക്കാം, ആകെ ഒരു പടം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് പുള്ളി ചെയ്ത സിനിമ അത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു പടമാണ് 21 grams എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോകുന്നതിന് മുന്നേയും ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം, ഓക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 21 grams ഡയറക്ടറിനാണ്, അല്ലാതെ പുതിയൊരു ഡയറക്ടറിനല്ല. ചിലപ്പോൾ ഓഡിയൻസിന് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കില്ല ബിബിൻ കൃഷ്ണ, പക്ഷെ അത് ഈ സിനിമയിലൂടെ ഓഡിയൻസിലേക്ക് എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള സ്ക്രിപ്റ്റും അതിൻ്റെ പ്രീ വർക്കും എല്ലാം ബിബിൻ ചേട്ടൻ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. സോ സ്ക്രിപ്റ്റും ഡയറക്ടറിനോടുള്ള ട്രസ്റ്റും കൂടിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്താൻ കാരണം. ഓക്കെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു കോമൺ ഒരു തോന്നിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താം, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളായിക്കോട്ടെ, ഇപ്പം നിങ്ങൾ വന്ന വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റോളുകളായിക്കോട്ടെ, ഇപ്പം നിങ്ങൾ സെൻട്രിക് ആവണമെന്ന് നിങ്ങൾക്ക് വാശിയില്ല. യു ടേക്ക് അപ്പ് ദ ക്യാരക്ടേഴ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ റോളായിരിക്കാം, എന്തോ ആയിരിക്കാം. അത് മനഃപൂർവ്വം എടുക്കുന്ന രണ്ടുപേരോടുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻ, മനഃപൂർവ്വം എടുക്കുന്ന ഒരു ഡിസിഷനാണോ, അല്ലെങ്കിൽ ഒരു നായക ട്രാക്കിൽ മാത്രം ഞാൻ പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം യൂത്ത് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഉണ്ട്. അതിൽ നിന്നും വേറിട്ട് നിങ്ങൾ വേറൊരു ട്രാക്ക് സഞ്ചരിക്കാനുള്ള കാരണം എന്താ? രണ്ടുപേരും അല്ല, അങ്ങനത്തെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ നായിക ട്രാക്കേ പിടിക്കുള്ളൂ, ലൈം ലൈറ്റ് എപ്പോഴും എൻ്റെ മേലിലാവുമ്പോഴാണ്. എനിക്കത് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ബിക്കോസ് നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ എ സ്റ്റാർ, യു ബിക്കം എ സ്റ്റാർ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുമ്പം ആക്ടിങ്ങിൽ നമ്മളെപ്പോഴും എന്താ പറയുക സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവണം എന്നില്ല. നമുക്ക് എല്ലാവിധ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റണം. അത് ജസ്റ്റിഫൈഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നതല്ലേ ഏറ്റവും ചാലഞ്ചിങ്.
എന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ്. കാരണം ഞാൻ നായകനായി എൻ്റെ ഒരു വലിയ ഫ്ലെക്സ് ഉള്ള സിനിമയ്ക്ക് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറണമെന്ന് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനല്ല ഞാൻ. കാരണം ഓഡിയൻസിന് എപ്പോഴും വേണ്ടത് പ്രോമിസിങ് പെർഫോമൻസ് ആണ്, മോർ ദാൻ ആൻ ആർട്ടിസ്റ്റ്, മോർ ദാൻ എ ഫേസ് വാല്യൂ. സോ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉണ്ടായിരുന്ന ആകെ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിലേക്ക് ഞാൻ ഡാൻസർ മാത്രമല്ല ആക്ടറും കൂടിയാണ്, എനിക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ആ സ്റ്റെപ്പാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഭീഷ്മപുറം ആയാലും റൈഫിൾ ക്ലബ് ആയാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും ഇപ്പൊ ചെയ്യുന്നതായാലും ഈ സിനിമയിലും ലീഡ് റോൾ എന്ന് പറയുമെങ്കിൽ പോലും ഈ സിനിമയ്ക്കും കഥാപാത്രങ്ങൾക്കും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്കും ഗൗരിക്കും നരയൻ ചേട്ടനും ബാബു ആന്റണി ചേട്ടനും ഹരി കാർത്തി ഇവർക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ള റോളുണ്ട്. ഇത് എവിടേക്കോ വന്നു പോകുന്നത് എന്നിലൂടെയാണെന്നുള്ളതാണ്. അല്ലാതെ ഈ സിനിമ എൻ്റെ റംസാന്റെ സിനിമ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര ആർട്ടിസ്റ്റുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഒരു പടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ ചൂസ് ചെയ്യാനും കാരണം. എന്നെ നായകനാക്കി ഞാൻ ഒരു നായകൻ പരിപാടി എത്തുന്ന പടം ഞാനിപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യൂല. അല്ലെങ്കിൽ അത് അത്രയും കൺവിൻസിങ്ങും അത്രയും എനിക്കും കോൺഫിഡൻറ്റ് ഉണ്ടാവണം. അത്രത്തോളം കാലം ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ഇന്ന ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും. അങ്ങനെ പയ്യെ പയ്യെ ഓഡിയൻസിലേക്ക് വിശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു ആക്ടറാണ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ലീഡ് ക്യാരക്ടർ എന്നുള്ളത് എൻ്റെ മനസ്സിൽ പോലും ഇല്ല. എന്നെ സംബന്ധിച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുക, നല്ല പടങ്ങളുടെ ആണെങ്കിൽ ചെറിയ ഭാഗമാവുക, അത്രയൊക്കെ ഉള്ളൂ. സോറി ടു ഇന്ററപ്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ലൈക്ക് അങ്ങനെ വിചാരിക്കാൻ മാത്രം ഇതല്ല ഞാൻ. ബട്ട് ഒരു തോട്ടിൽ ബിലീവ് ചെയ്യുന്നില്ല, ഒരു നല്ല കണ്ടന്റ് ആണെങ്കിൽ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഡിയൻസ് അതിനകത്ത് വരും എന്നുള്ളത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ പുതിയ നായകന്മാർ വരിക എന്നുള്ള തോട്ട് വരുന്നത് ആ ഒരു ബേസിലും കൂടെ അല്ലേ? കറക്റ്റ്. അത് എന്നെ സംബന്ധിച്ച് എന്നെ ഈ ഒരു പടത്തിൽ നായകനായിട്ടെന്ന് പറയാൻ എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ കണ്ടേക്കുന്നത് ഡാൻസർ ആയിട്ടാ. അതെ. അപ്പം അവർക്കൊരു റംസാൻ അഭിനയിക്കൂ എന്ന് എൻ്റെ അടുത്ത് ഓഡീഷൻ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്. റൈഫിൾ ക്ലബിന്റെ ഓഡീഷന് എന്നെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ച് ഞാൻ ഓഡിഷൻ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞത്, നീ അഭിനയിക്കൂലേ? എനിക്ക് അറിയില്ലായിരുന്നു. റൈഫിൾ ക്ലബിന്റെ മനസ്സിലായില്ലേ? ഈവൻ ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നെ ഓഡിഷൻ വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഡൗട്ട് എല്ലാവരുടെയും ഇപ്പോഴും ഉണ്ട്. ഈ പടം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓഡിഷൻ പ്രൊസീജിയേഴ്സിലാണ് പോയിട്ടുള്ളത്. ഈ പടവും എനിക്ക് തോന്നുന്നു ഈ പടം ഓഡിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനും ബിബിൻ ചേട്ടനോട് ഒരുപാട് സംസാരിച്ചു. ചേട്ടാ ഉറപ്പാണല്ലോ അല്ലേ? കാരണം ഇത്രയും ഒരു ലീഡ് സ്പേസ് എനിക്ക് തന്നേക്കണ ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കും. അത് എന്നിൽ ഭദ്രമാണെന്ന് ചേട്ടന് തോന്നിയാൽ മാത്രം എന്നെ ഫിക്സ് ചെയ്താൽ മതി. അതല്ലാതെ ഒരു റിസ്ക് എന്നിലൂടെ എടുത്ത് നിങ്ങൾ ഈ പടം കോളാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബിബിൻ ചേട്ടനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അതായിരുന്നു, ഈ പടം റംസാന്റെ മാത്രമല്ല. അത് കൃത്യമായിട്ട് കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സിനിമ വിജയിച്ചാൽ അതിന്റെ ഗുണങ്ങൾ റംസാന് ചെയ്യും, അതിന്റെ കൂടെ നിൽക്കുന്ന ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചെയ്യും. അല്ലാതെ നായകൻ കൊണ്ടുപോയ ഒരു സിനിമ എന്ന് എനിക്ക് ആ ടൈപ്പിൽ ഒരിക്കലും ഇതിൽ നിന്ന് വേണ്ട, കിട്ടിയാലും ഞാൻ വേണ്ടെന്ന് പറയും. കാരണം ഇത് എല്ലാവരും അത്ര എഫേർട്ട് എടുത്തിട്ടുള്ള പടമാണ്. ഇതിന്റെ ക്യാരക്ടർ പടം കാണുമ്പോൾ മനസ്സിലാവും ഈ സിനിമയിൽ എങ്ങനെയാണ് ഓരോ ക്യാരക്ടറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ എസ് പറയാൻ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായകൻ പരിപാടി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ അത് അത്രയും കൺവിൻസിങ്ങും അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഡയറക്ടറും മ്യൂസീഷ്യൻസും കൂടാതെ എൻ്റെ പെർഫോമൻസിന് മോൾഡ് തീർക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ക്രൂവിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യും. ഗൗരി, കമ്മിങ് ബാക്ക് ടു യുവർ പെർഫോമൻസസ്, ഇപ്പം ചെയ്ത സിനിമകളിൽ ഇപ്പോൾ ഒരു ലേബൽ ഉണ്ടല്ലോ ഈ പ്രണയ നായിക എന്ന് പറഞ്ഞാൽ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ സുഴൽ ഉള്ള ക്യാരക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കർമ്മൻ ആയിക്കോട്ടെ, ഇതിൽ നിന്നുള്ള പോയിന്റ്സുകളിൽ നിന്ന് എടുക്കുന്നാൽ പോലും മെജോറിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനപ്രീതിയേറുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. അത് തന്നെയാണോ ഇപ്പോഴും തേടി വരുന്നത് എന്നുള്ളൊരു തോട്ടുണ്ടോ? അതാണ് തേടി വരുന്നത്. അതുപോലത്തെ കഥാപാത്രങ്ങളാണ് മെജോറിറ്റി ആയിട്ട്. LIK-യിലും അതുപോലെ ഐ തിങ്ക് ലവ് ഈസ് ഓൾവേസ് എൻ്റെ കരിയറിൽ ഉണ്ടായിരുന്ന ഒരു ജോണറാണ്, വളരെ കോമൺ ആയിട്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് മൂവി ജാനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. 96 എന്ന ക്യാരക്ടർ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോഴേ നമ്മൾ ആ കരിയർ ആ സ്റ്റേജിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴേക്കും പിന്നെയും എന്തുകൊണ്ടാണ് ഇത് തേടി വരുന്നത്? ഇസ് ബിക്കോസ് ഓഫ് ഏജ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഐ ഓൾസോ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എല്ലാവർക്കും കരിയറിൽ ബ്രേക്ക് ഹാപ്പൻസ് വൺസ്. എൻ്റെ കരിയറിൽ അത് ആദ്യമേ നടന്നു. മൈ ബ്രേക്ക് വാസ് മൈ ഫസ്റ്റ് ഫിലിം. അങ്ങനെ പറയാൻ പറ്റിയ കുറച്ച് പേരല്ലേ ഉള്ളൂ. സോ ഐ തിങ്ക് ദർ വാസ് എ ബിഗ് ബ്ലെസ്സിങ്. ബാരിയർ ആണ്.
എന്താന്ന് വെച്ചാൽ 6 വർഷമായി, എന്നാലും എൻ്റെ ഫസ്റ്റ് മൂവിയെ പറ്റിയാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഞാൻ ചെയ്ത പടങ്ങൾ ബാഡ് ഡിസിഷൻസ് ആയിരുന്നു എന്ന്. ബട്ട് എനിക്കതിൽ ഐ ആം ഓക്കെ, ഞാൻ എന്താ പറയുക, ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഡിഡ്. ഇപ്പോൾ ഓരോരുത്തർ എടുത്തെടുത്ത് പറയുന്നുണ്ട്, സുഴലായിക്കോട്ടെ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അപ്പോൾ അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക്. പക്ഷേ 96 വെച്ചൊരു ബെഞ്ച് മാർക്കിലോട്ട് എല്ലാ പടവും എത്തൂലല്ലോ. ലൈക്ക് ദെയർസ് ഓൺലി വൺ മൂവി ഇൻ പ്രോബ്ലി 10 years, ഒരു കൾട്ട് പോലെ. അപ്പൊ എനിക്കൊരു പുതുപ്പേട്ടയോ അല്ലെങ്കിൽ ഇനി ഒരു കൾട്ട് മൂവി വരുന്നവരെ എനിക്ക് ഈ ബ്രാൻഡ് ഉണ്ടാവും 96-ന്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ക്യാരക്ടർ ഡെഫിനറ്റ്ലി. പക്ഷെ ആസ് എൻ ആക്ടർ എൻ്റെ ജോലി എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ നീഡ് എ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു സർക്കിളിൽ ഞാൻ സ്റ്റക്കാണ്, കംഫർട്ട് സോണിലുള്ള ഒരു പരിപാടി. അതൊന്നില്ലെങ്കിൽ ഞാൻ ഫിസിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീഇൻവെന്റ് ഇൻ ന്യൂ വേസ്. അത് നൗ ഇറ്റ്സ് അപ്പോൺ മീ. ഐ ഫീൽ ഇപ്പം ആരോടും എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് കുറച്ചുകൂടെ പണി എടുക്കാനുണ്ട് ഞാനും. സോ ഐ എം സീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം കിട്ടുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഓൾസോ തിങ്ക് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ബ്രേക്ക് ദിസ് ജാനു എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ. അല്ലല്ല, അത് എനിക്ക് ഭയങ്കര അവെയറാണ് ഞാൻ. ഓക്കെ റംസാൻ, കമ്മിങ് ബാക്ക്, ഈ ഓണം മൂഡ് പിടിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രൊമോഷൻസ് എല്ലായിടത്തും പോയിട്ട് ഇത് ചെയ്യണമെന്നുള്ള ആളുകളുടെ റിക്വസ്റ്റും കൂടെ വരുന്നുണ്ട്. ഹൗ ഡു യു ഗൈസ് ടേക്ക് ദാറ്റ്? വെരി കാഷ്വലായിട്ട് എടുത്താൽ മതി. ഇത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പ്രൊമോഷൻസ് പോവുക ഭയങ്കര ടയർസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് അവർ ടയർസമാണെന്ന് പറയുന്നത് മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിസിക്കൽ എഫേർട്ട് കൂടെ ഇടുന്നുണ്ട്. അതെങ്ങനെയുണ്ട്? ഐ യു എൻജോയിങ് ഇറ്റ്? അത് ഫൈൻ? തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ നമ്മൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിപിൻ ചേട്ടൻ്റെ ഈ പാട്ട് വൈറലാവും നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു? ഈ പാട്ട് വൈറലാവും നിങ്ങൾക്ക് അറിയായിരുന്നു? അല്ല, അത് വിപിൻ ചേട്ടന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് ഈ സിനിമ നമുക്ക് വേറെ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. സോ അതിനകത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ടൂളായിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. സോ ബിപിൻ അശോക്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ഹുക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുള്ളൊരു പാട്ട് കുക്ക് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ അതായിരുന്നു ഓണം മൂഡ്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ആദ്യമേ തോന്നിയായിരുന്നു, ഓക്കെ ഇത് എന്തായാലും ഓഡിയൻസിലേക്ക് എത്തും. ഇനി ഇത് നമുക്ക് വേണ്ടത് ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കുന്നു, ഇത് കേട്ട് നെക്സ്റ്റ് അടിച്ച് വിടാതെ ഇവര് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ബിപിൻ ചേട്ടനും ഞാനും പ്ലാൻ ചെയ്തതാണ് നമുക്ക് പരിപാടി ഒരു പ്രൊമോ സോങ് ആയിട്ട് ഇറക്കാം. സിനിമ എത്തുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പാകത്തിനൊരു പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാം. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അതൊരു ആകെ 3 മിനിറ്റ് 3:10 സംതിങ് ഉള്ളു സോങ്. പക്ഷെ അതിനുള്ളിൽ നമ്മളൊരു 10-12 ആർട്ടിസ്റ്റുകൾ അതിനകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ചലഞ്ചിങ് ആയിരുന്നു ചെയ്യുമ്പോൾ. പക്ഷെ എന്നാൽ കൂടിയും എനിക്ക് ഇത് ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഓഡിയൻസ് ഈ സ്റ്റെപ്പ് കളിച്ച് നോക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം എന്ന് ശ്രമിക്കാം. ആ ഒരു ട്രൈ ഉണ്ടല്ലോ, ഓഡിയൻസിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ട് ഒരു ഹുക്കിംഗ് പോർഷൻ ഉണ്ടായിരുന്നു പാട്ടിൽ. കൃത്യമായിട്ടുള്ള ഹുക്ക് സ്റ്റെപ്പ് പ്ലേസ് ചെയ്തപ്പോൾ ആൾക്കാർ അതെടുത്തു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അറിഞ്ഞുവിടെങ്കിലും ഇതുണ്ട്. അപ്പൊ ഓഡിയൻസിന് മനസ്സിലായി ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പല പടങ്ങളിലും നിങ്ങൾ അവെയർ ആയിരിക്കുമല്ലോ, ഇതുപോലെ ലിറിക്കൽ വീഡിയോയിൽ ഒരു ചെറിയ പോർഷൻ ഇതുപോലെ റീൽസിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് അവരിടും. അതും ഇതിന്റെ ഭാഗമായിട്ടാണോ ഇതിങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളൊരു തോട്ട്? തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പോൾ എല്ലാം മാർക്കറ്റ് ചെയ്യേണ്ടതും ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ 10 കൊല്ലം എടുത്തു നോക്കി കഴിഞ്ഞാലും എല്ലാ പടങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമാണ്. സോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്താം എന്നുള്ളതാണ് ഒരു എന്താ പറയുക, ട്രെൻഡ് ആക്കാൻ പറ്റുന്ന ഒരു പാട്ട്. അതിന് പറ്റിയ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് ഡാൻസ് അറിയാത്ത ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർ പോലും ട്രൈ ചെയ്ത് നോക്കാവുന്ന പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴയിൽ ചെറിയൊരു ഹൗസ് ബോട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്റർവ്യൂവിന് പോയി. അപ്പം അവിടെ ഒരു വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം ഞാനൊക്കെ ബാഗൊക്കെ ഇങ്ങനെ ഇട്ട് ഞാനിങ്ങനെ കയറിച്ചില്ല. ഒരു കൊച്ചൊക്കെ വന്നിട്ട് ദേ ഓണം മൂട് മാമൻ, മാമൻ അവ കൊച്ചല്ലേ, ഓണം മൂട് മാമൻ. അപ്പൊ അവൻ വരെ കണ്ടു അത്. ആ വീഡിയോ അവൻ കാണുന്നുണ്ട്, അതിലെ ഡാൻസ് അവൻ കാണുന്നുണ്ട്, അതിലെ ആള് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുകയല്ലേ. എനിക്ക് തോന്നുന്നു അതെല്ലാം നമ്മൾ ഇട്ട എഫേർട്ടിന്റെ സക്സസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ട് എത്തുന്ന ഒരു കാര്യമാണ്. അത് എല്ലാം സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പാർട്ടി സിനിമയിലുണ്ട്,
ഓ അപ്പൊ ഇത് പ്രൊമോഷണൽ സോങ് മാത്രമല്ല പ്രൊമോഷണൽ സോങ് ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പാട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു സിറ്റുവേഷനിൽ പ്ലേ ചെയ്തിരിക്കുന്ന സോങ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അത് കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ കയറി പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ ഫൈൻ, ഗുഡ് തോട്ട്. ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ലൈക്ക് എൻ്റെ ഉള്ളിൽ റാൻഡമായിട്ട് വന്നൊരു തോട്ടാണ്. 14th 2 വമ്പൻ പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ അവെയർ. 8ാം തീയതി നിങ്ങളുടെ പടം വരുന്നുണ്ട്. ഏകദേശം 6 days. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ ഉള്ളിലോ എവിടെയെങ്കിലും ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഉറപ്പായിട്ടും ഈ 2 പടങ്ങൾ വരുമ്പോഴേക്കും തിയേറ്റർ സ്ക്രീൻസുകളുടെ എണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ ഓബ്വിയസ്ലി എല്ലാം മണി മേക്കിംഗ് ആണ്. ഇതിനെപ്പറ്റി നിങ്ങൾ അവെയർ ആണോ? നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? എനിത്തിങ് ഓഫ് ദാറ്റ് ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ സാഹസം ക്രൂ ഈസ് ലൈക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട്. ഓക്കെ, കാരണം ഇതിന് മുന്നേ ചെയ്ത പടങ്ങൾ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. പ്രൊഫഷണലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര രസമായിട്ട് നിന്നേക്കുന്നത്. ഇവിടെ കുറച്ച് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നു. ഈവൻ നമ്മുടെ റിനീഷേട്ടൻ പ്രൊഡ്യൂസർ പോലും. സോ നമ്മൾ ചില ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ചില ഷൂട്ട്സ് എന്തെങ്കിലും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും, നമ്മളിരിക്കും, നമ്മൾ സംസാരിക്കും. ഈവൻ നമ്മൾ ഈ പറയുന്ന റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ്. അപ്പം നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു, ഓക്കെ ഇന്ന സമയത്ത് ഇന്ന സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ അല്ലെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. എന്നിട്ടും എന്തിനും നമ്മൾ കൊണ്ടുവന്ന് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണത്തിന് മുന്നേ എന്തായാലും നമുക്ക് ഇറങ്ങണം. ഓണം ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചൂട് പോകും. നമുക്ക് ഈ പടം കാണുന്ന എൻജോയ്മെന്റ് ചിലപ്പോൾ ഓണം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓണം ആയിരുന്നില്ലേ കഴിഞ്ഞതല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. അപ്പൊ ഓണത്തിന് മുന്നേ ഇത് എന്തായാലും ഇറക്കണം. പിന്നെ ഈ പടം എന്നല്ല, ഏതൊരു പടവും നല്ലതാണെങ്കിൽ അത് ഓടും. ഞാൻ ചോദിക്കുന്ന ഓടുന്നതിന്റെ കാര്യമല്ല, ഞാൻ പറയുന്നത് സ്ക്രീനുകളുടെ എണ്ണം കുറയുന്നതിന്റെ കാര്യമാണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായി. വലിയ പടങ്ങൾ ഓബ്വിയസ്ലി, കാരണം അവർ അത്രയും ബഡ്ജറ്റിൽ വരുമ്പോഴേക്കും അവർ കുറെ സ്ക്രീൻസ് അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ഈ പടത്തിന് നല്ല റെസ്പോൺസ് വരികയാണെങ്കിൽ വേർഡ് ഓഫ് മൗത്തിലൂടെ അത് പോകും. പക്ഷെ സ്റ്റിൽ ആ ഒരു തിയേറ്ററുകൾ കിട്ടുന്നതിന്റെ എണ്ണത്തിൽ എഫക്ട് ചെയ്യും നമ്മളെ. പക്ഷെ ആ എഫക്ട് നല്ല പടമാണെങ്കിൽ തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടൊരു ആൻസർ ഇല്ല. കാരണം നല്ല പടങ്ങൾ എന്നും ഓഡിയൻസ് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിപ്പം എത്ര ചെറിയ പടങ്ങൾ വലിയ പടങ്ങളിലൂടെ വന്നിട്ട് വലിയ പടങ്ങൾ ഒന്നും അല്ലാണ്ട് പോയിട്ടുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ ആഗ്രഹം. പടങ്ങൾ തിയേറ്ററിലെ ഏതൊരു പടവും കളിച്ചാലാണ് മറ്റൊരു പടത്തിന് ബിസിനസ് ആവുള്ളൂ. ഒരു പടം മാത്രം കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആ പടത്തിന് പോലും ചിലപ്പോൾ ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് മുന്നിറങ്ങുന്ന പടവും നന്നായിട്ട് കളിച്ചാലേ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും അതിന്റെ ഒരു എഫക്ട് നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മുടെ പടം മര്യാദയ്ക്ക് ഓടിയാലാണ് ചിലപ്പോൾ അടുത്ത പടം ഇറങ്ങുമ്പോൾ അത് കണക്ട് ചെയ്യുള്ളൂ. ഇനി നമ്മുടെ കൂടെ ഇറങ്ങുന്ന പടം വേറെ വലിയ പടമാണെങ്കിലും ആ പടവും നല്ലതാണെങ്കിലേ അതിന് റെസ്പോൺസ് ഉണ്ടാവുള്ളൂ. ഈ പടവും നല്ലതാണെങ്കിൽ റെസ്പോൺസ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചു, നമ്മുടെ ഒരു പടം ഇറക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ആരും സ്വീകരിക്കില്ല. നമ്മുടെ ഓഡിയൻസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ദേ നീഡ് ക്വാളിറ്റി. അപ്പം അതെന്തായാലും ഒരു കോംപ്രമൈസ് ചെയ്യില്ല. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളും അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യം റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ വേറെ ഒരു എന്താന്ന് വെച്ചാല് ലിറ്റിൽ മിസ് റാവുത്തർ കഴിഞ്ഞ വർഷം റിലീസായ സമയമാണ്. 2018 എന്ന് പറഞ്ഞൊരു മൂവി. പ്രൊമോഷൻ ഒന്നും അത്ര ഇല്ലായിരുന്നു അവർക്ക്, തീരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തു, ഡയറക്റ്റ് റിലീസായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലിസ്റ്റ് അറിയാമെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഏത് വർക്കാവും. അപ്പൊ നമ്മൾ ഇതുപോലെ യുനോ വി വെന്റ് ലെറ്റ്സ് ഗോ അഹെഡ് എന്നുള്ളൊരു വലിയ പടം ഒന്നും അവർ മാർക്കറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2018 പടത്തിൽ ഒഴുക്കത്തിൽ ഞങ്ങളുടെ പടം പോയി, ലിറ്റിൽ മിസ് റാവുത്തർ, ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് തിയേറ്റേഴ്സ്. സോ അത് ഭയങ്കര ടൈം, എന്താ പറയുക, ആ ഒരു മൊമെന്ററി സംഭവമാണ്. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. നമുക്ക് വി ഹാവ് ടു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ദർ ഇസ് നോ, എന്താ പറയുക, ഒരു ഗോസ്പൽ ഡേറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇഫ് ഇറ്റ്സ് മെന്റ് ടു വർക്ക് ഇൻ ദ തിയേറ്റർ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ എനിക്ക് ഈ തിയേറ്റർ അവൈലബിലിറ്റി കിട്ടാത്തൊരു ഫീലിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. എൻ്റെ ഒരു മൂവിക്കല്ല, 2-3 പടങ്ങൾക്ക്. അപ്പം ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആണോന്ന് ചോദിച്ചാൽ അല്ല. അതെനിക്ക് തോന്നുന്നു ദാറ്റ് സംതിങ് വി ഹാവ് ടു അക്സെപ്റ്റ്. അത് ചെറിയ പടങ്ങൾ വലിയ പടങ്ങളിനേക്കാളും I don't know, like number of theaters, at least നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലല്ലോ നമുക്ക്. തിയേറ്റേഴ്സ് അങ്ങ് ദാറ്റ്സ് എ എക്കോണമിക്, എന്താ പറയുക, ബിസിനസ് ഇതാണല്ലോ, ഡിസിഷൻ ആണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ടെൻഷനാണ്. ഏത് പടം വരുമ്പോഴും നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പടത്തിൽ. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാവാറ്. കാരണം എനിക്ക് എൻ്റെ ഒരു പ്രൊജക്റ്റ് ഇറങ്ങുമ്പോൾ എനിക്കൊരിക്കലും
ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റാറില്ല. അതിപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ ആയിക്കോട്ടെ, എനിക്കെപ്പോഴും ഞാൻ വറീഡാണ് ഓഡിയൻസ് എന്ത് പറയും, ഓഡിയൻസ് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് അറിയാനും ആ ചിന്തയിൽ ഞാൻ വറീഡ്. ഒരുപാട് നാൾക്ക് മുന്നേ തുടങ്ങും ഈ ടെൻഷൻ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇത് റിലീസിന് സമയത്തുള്ള ചൂട് കാരണമാണോ അതോ റംസാൻ ടെൻഷൻ ഭയങ്കര ടെൻഷൻ? അല്ല, അത് ഇപ്പോഴും ഉണ്ടോ? കാണിക്കില്ല കേട്ടോ മുഖത്ത്. അപ്പോൾ എൻ്റെ ചിന്ത വേറൊന്നല്ല, നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി, ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളൊരു സാധനമുണ്ട്. അറ്റ് ദ എൻഡ് നമ്മളെ കഷ്ടപ്പാടോ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഓഡിയൻസിന് ഇഷ്ടപ്പെടണം, അതിനു വേണ്ടി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതില് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും കോൺഫിഡന്റ് ആണ്. ഈവൻ നമ്മുടെ സെയിം ഡേയിൽ വേറെ മലയാള സിനിമയുടെ റിലീസുണ്ട്, മുരളിച്ചേട്ടൻ്റെ പടത്തിന്റെ റിലീസുണ്ട്. സോ ഞാൻ ആലോചിക്കുമ്പോൾ ഓക്കെ, അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ്, അവരുണ്ടാക്കിയ പരിപാടി, ഫൈനൽ റിസൾട്ടിൽ അവർ ഓക്കെയാണ്. അതിനപ്പുറത്തോട്ട് ഞാൻ അഭിപ്രായം പറയാനോ ഒന്നിനും ഞാൻ ആളല്ല. എനിക്ക് തോന്നുന്നു ഞാൻ അഭിപ്രായം പറയുകയില്ല അങ്ങനെയുള്ള കാര്യത്തിന്. സോ നല്ലതാവട്ടെ, ടാന്തി ഇറങ്ങട്ടെ, പടം ഓടട്ടെ, മറ്റേ പടങ്ങൾ വരട്ടെ, അത് ഓടട്ടെ. അല്ല, ഞാൻ റിലീസിന്റെ കാര്യം ചോദിച്ചാന്ന് വെച്ചാൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സ്, ഒബ്വിയസ്ലി അങ്ങനെ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ട്. അത് ഈവൻ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാൻ, ഞാൻ കുറച്ച് നാൾ മുമ്പ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ടീമിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവരുടെ പടത്തിന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. പക്ഷെ അവർ വീണ്ടും വാദിക്കുന്നു, തിയേറ്ററുകളിൽ ഞങ്ങളുടെ പടം പരാജയമായിരുന്നു. അത് അവർ തുറന്ന് സമ്മതിക്കുന്നു. അവർ പറയുന്നത് ബഡ്ജറ്റിന്റെ ഒരു പോർഷൻ മാർക്കറ്റിങ്ങിന് ഇറക്കിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിട്ട പരാജയം. വേർഡ് ഓഫ് മൗത്ത് കുറവായിരുന്നു. ഞങ്ങളുടെ പടത്തിന് നല്ല റെസ്പോൺസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഞങ്ങളുടെ പടത്തിന് ആള് പോയില്ല. അതായത് വേർഡ് ഓഫ് മൗത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നവർ പറയുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഞാൻ അവരുടെ ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതിന്റെ കൂടെ തിയേറ്റേഴ്സും കൂടി ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന കാര്യത്തെ കുറിച്ച് മാത്രം. ടെൻഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കിയിരുന്ന് കാണാം, നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു നോക്കിയിരുന്ന് കാണാം. അത് വളരെ അൺസർട്ടൺ ആണ്. ഇറ്റ്സ് എ ഡാൻസ് ഓഫ് എല്ലാം നമുക്ക് ആർക്കും വി ജസ്റ്റ് ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ലാത്തതുകൊണ്ടുള്ളൊരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സിനിമ. ഐ തിങ്ക് അല്ല, ബേസിക്കലി ഒരു സിനിമ കാണാൻ, നല്ല സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് വിചാരിച്ചോ. ഇപ്പൊ ബ്രോ ആണെങ്കിൽ ഇപ്പം നമ്മുടെ സിനിമയും ആ പറഞ്ഞ വലിയ സിനിമയും ഒരു ഡേറ്റിൽ ഇറങ്ങി, ആദ്യം ബ്രോ പോവുക ആ വലിയ സിനിമ കാണാനാണല്ലോ. പക്ഷെ അത് കണ്ട് നമ്മൾ ഒരു ദിവസം ട്രാവൽ ചെയ്ത് മറ്റേ സിനിമ നല്ലതാണെന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ബ്രോ അതിന് പോകൂലേ? ഉറപ്പായിട്ടും പോകും. അത്രേ ഉള്ളൂ. പക്ഷേ റംസാൻ, അവിടെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലി ചിന്തിക്കുക. ഒരു ഫാമിലി അവർക്ക് എല്ലാ പടങ്ങളും നടക്കുന്ന പരിപാടിയല്ല. സോ അവർ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സാഹസത്തിന് അതിന് വരുന്ന റെസ്പോൺസ് പെയ്ഡ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നോക്കും. അപ്പോൾ അത് നോക്കുമ്പോഴേക്കും തിയേറ്റേഴ്സിന് ഏറ്റവും കുറയും പറഞ്ഞു റിലേറ്റഡ് ടു ഇറ്റ്. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി ഫാമിലിയെ കൊണ്ട് കാണിപ്പിക്കുന്നത് അത്ര ചീപ്പായിട്ടുള്ളൊരു അഫെയർ അല്ലല്ലോ. ടിക്കറ്റ് പ്രൈസസും പോപ്കോണും അവിടെ പാർക്കിംഗ് ചാർജും ഒക്കെ കൊടുത്ത് ഐ ഡോണ്ട് ബ്ലെയിം പീപ്പിൾ. ഫാമിലി എന്ന് പറയുമ്പോൾ മിഡിൽ ക്ലാസ് ആകുമ്പോൾ പിന്നെ നമ്മള് അത് OTT വരും എന്നുള്ളൊരു ചിന്ത പോകുന്നത് അതെ വളരെ നാച്ചുറൽ അല്ലേ. നമുക്കൊരു പ്രാവശ്യം പോകുമ്പോൾ 2500 രൂപ പൊട്ടിക്കുക ഫോർ എ നോർമൽ സാലറി ഫാമിലി ഈസ് നോട്ട് ഈസി. അപ്പൊ എനിക്കത് അവരുടെ കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ആഗ്രഹം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കണ്ടന്റിൽ കോൺഫിഡൻസ് ഉള്ളത് അതൊക്കെ വേറെ. ബട്ട് യുവർ പോയിന്റ്, ഒരു ഫാമിലിക്ക് ഒരു ഓണം പടം എപ്പോഴും ഒരു മൂവി ഉണ്ടാവും, അതവർ പോകും. പക്ഷെ അറ്റ്ലീസ്റ്റ് അറ്റ് ദി എൻഡ് ഒരു മോശം പടം എന്ന് പറയാൻ പാടില്ല. പ്രൊഡ്യൂസറിനെ സേഫ് ആക്കണം. ഇതൊക്കെ അതിന്റെ താനെ നടക്കും. അതെ, അതാണ് വിശ്വാസം. അല്ല ഓക്കെ, വൈൻഡിങ് അപ്പ്. രണ്ടുപേരോട് ഒരു ചോദ്യങ്ങൾ വെച്ചിട്ട്, റംസാൻ ഇപ്പം ഡാൻസ് കഥാപാത്രങ്ങളല്ലാതെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വേറെ വന്നു. ഇതിനകത്ത് കുറച്ച് ഡാൻസ് ഷെയ്ഡ്സ് ഉണ്ടെന്ന് തോന്നി. നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ടിനായിട്ടാണോ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്? അതിനകത്ത് നിങ്ങളുടെ ഒരു എന്നൊരു സത്യം പറയട്ടെ, ഈ സിനിമയിൽ ഡാൻസ് ഇല്ല. ഡാൻസ് ഇല്ല, സിനിമയിലില്ല. ഓക്കെ, നിങ്ങൾ കോറിയോഗ്രാഫി പിന്നെ അല്ല, അത് മോൺടാജ് ആണ്. ബേസിക്കലി പെട്ടെന്ന് ചിന്തിക്കുക അതിനൊരു ഡാൻസർ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം എനിക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാൻസ് വെറുതെ ഞാൻ ചെയ്യുന്ന സിനിമയിൽ കുത്തിക്കയറ്റരുത് എന്നുള്ളത്. ഓക്കെ, അത് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. എന്തായാലും റംസാൻ ഉണ്ടല്ലോ, എന്നൊരു ഡാൻസിൽ ചെയ്യാം. ഈവൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചാക്കോച്ചനുണ്ട്, ഞാനുണ്ട്. അപ്പം മാട്ടിച്ചേട്ടൻ ആദ്യം പറഞ്ഞു, രണ്ടുപേരുള്ള സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് വെറുതെ ഇറക്കായിരുന്നല്ലേ, ഡാൻസ് ഉണ്ടാവും, നല്ല രസം. അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു. 10 സെക്കൻഡ് പോലും ആ ചിന്ത നിന്നില്ല. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട,
ഇങ്ങനെ പ്രസന്റ് ചെയ്താൽ മതി, ഇതാണ് രസം എന്നുള്ളൊരു സാധനം വന്നു. അപ്പം നമുക്ക് ഡാൻസ് അറിയാം, നമ്മുടെ ഡാൻസ് ഓഡിയൻസിന് ഇഷ്ടമാണ് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് ലൈക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ വാശിയായിരുന്നു എനിക്ക് ഞാൻ ചെയ്യുന്ന ഇനിയുള്ള പടങ്ങളിൽ ഡാൻസ് എന്നുള്ളൊരു സാധനം മാറ്റി വെച്ച് പ്യൂറായിട്ട് ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ എൻ്റെ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. ജീവൻ വളരെ സാധാരണക്കാരനും ഒരു IT എംപ്ലോയി മാത്രമാണ്. ഓക്കെ, ഈ ജീവന്റെ ജീവിതത്തിലേക്കാണ് സാഹസികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയുള്ള ജീവൻ ഡാൻസ് കളിക്കാൻ എനിക്ക് എന്റെ ചിന്തയിൽ പോകില്ല, ഡയറക്ടറിന്റെ ചിന്തയിലും പോയില്ല. പിന്നെ വിഷ്വൽസിൽ കണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് സിനിമ വരുമ്പോൾ മനസ്സിലാവും എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ഓൺ സ്ക്രീനിൽ സാഹസം പോലെ തന്നെ ഓഫ് സ്ക്രീനിൽ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച സാഹസങ്ങളൊക്കെ ഉണ്ടാവും. ഹേർഡിൽസ് എല്ലാം ചാടി കിടക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സാഹസം അടിപൊളിയാവട്ടെ. കണ്ടിട്ട് പറയും ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്.